ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഒരു 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഹൗസ് ടൂർ വിസയെക്കുറിച്ചും ഹൗസ് ടൂർ ജോബിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ബാക്കി വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പറയാമെന്ന്. 2-3 പാർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണിത്, 2ാം പാർട്ടാണിത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയായാലും തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം വരെ കാണുക, കാരണം കുറച്ച് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോ കാണുന്നവരൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കമൻറ്റ്, വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ച് നിങ്ങളെ കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം നാട്ടിലെ ഏജൻസിയിൽ നിന്നും അല്ലെങ്കിൽ അറിയാത്തവരിൽ നിന്നും വിസ എടുത്ത് ഇങ്ങോട്ട് വരാതിരിക്കുക. അങ്ങനെ പെട്ട ഒരുപാട് പേരുണ്ട്. 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയും അതുപോലെ 80,000 90,000 ഒക്കെ കൊടുത്ത് കണ്ട് എന്നും ഹൗസ് ടൂർ വിസക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ല. ഏറിപ്പോയാൽ ഒരു 30,000 അല്ലെങ്കിൽ 40,000 രൂപക്കൊക്കെ ഹൗസ് ടൂർ വിസ കിട്ടും. അതിൽ നമ്മൾ നാട്ടിൽ തന്നെ മെഡിക്കൽ കാര്യങ്ങൾ, ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. വിസക്ക് ഒരു 15,000 20,000 രൂപ ഒക്കെ കൊടുത്തിട്ട് ഒക്കെ വന്നാൽ മതി. അതിനുള്ള വിസ, അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഡ്രൈവർ വിസക്ക് ഇവിടെ സൗദിയിൽ ചിലവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒരാൾക്ക്, നമ്മളെ സുഹൃത്തിനോ അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ട ആരെങ്കിലും വിസ തന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ നമുക്ക് സന്തോഷപൂർവ്വം എന്തെങ്കിലും കൊടുക്കാം. അല്ലാതെ പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നാട്ടിൽ നമ്മൾ കയറി വരുമ്പോൾ തീർച്ചയായിട്ടും മെഡിക്കൽ എടുക്കേണ്ടി വരും, അതുപോലെ ടിക്കറ്റ് കാര്യങ്ങൾ അതൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് പറയാം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരാൾ ഒരു വിസ ഉണ്ട് എനിക്ക് പോരണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം അവരോട് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് വിസ ജോലിക്ക് വരുന്നവർക്ക് മാത്രമുള്ള വീഡിയോ അല്ല. ഇപ്പം ഞാനാണെങ്കിലും അല്ലെങ്കിൽ വേറെ ആളാണ്, നിങ്ങൾ ഈ വീഡിയോ ഹൗസ് ടൂർ ആയിട്ടുള്ള ആരെങ്കിലും വീഡിയോ കാണുന്ന ഒരാളുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വിസ ഒരു സൗദി തന്നിട്ട് ഒരു ഡ്രൈവറെ കൊണ്ടുവരാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീടിനെ കുറിച്ച് മാക്സിമം പറ്റുന്നിടത്തോളം അന്വേഷിച്ച് കണ്ട് ഒരാൾ കൊണ്ടുവരിക. ഇവിടെ വന്നിട്ട് വേറെ ആൾ വന്നിട്ട് കുടുങ്ങിയിട്ട് നമ്മൾ അത് കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ അതിന് തന്നെ വീട് വലിയ വീടാണോ അല്ലെങ്കിൽ ചെറിയ വീടാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിക്കുക. വലിയ വീടാണെങ്കിൽ അത്യാവശ്യം ജോലി ഉണ്ടാവും, അത്യാവശ്യം ഓട്ടം ഉണ്ടാവും. ചെറിയ വീടാണെങ്കിൽ ജോലി കുറവായിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിക്കാൻ പറയുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ മുമ്പ് ഹൗസ് ഡ്രൈവർമാരുണ്ടായിരുന്നോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എത്രാമത്തെ ഹൗസ് ഡ്രൈവറാണ്, നമ്മൾ പുതിയ ആദ്യത്തെ ഹൗസ് ഡ്രൈവറാണോ, ഇതെന്നൊക്കെ തീർച്ചയായിട്ടും അന്വേഷിക്കുക. കാരണം ഇതിലൊക്കെ കാര്യമുണ്ട്. ആദ്യം 2-3 ഡ്രൈവർമാർ നിന്നിട്ട് അവർ ഉപേക്ഷിച്ച് പോയൊരു വീടാണെങ്കിൽ, അവർ ജോലി നിർത്തിപ്പോയൊരു വീടാണെങ്കിൽ, ഒരു പക്ഷേ ആ വീട്ടിലുള്ളവരുടെ സ്വഭാവം കാരണമായിരിക്കും, അത് മോശം സ്വഭാവം കാരണമായിരിക്കാം. 2-3 ഡ്രൈവർ, 3ാമത്തെ 4ാമത്തെ ഡ്രൈവറൊക്കെ വന്നിട്ട് ഉപേക്ഷിച്ച് പോയൊരു വീട്ടിലേക്ക് ഒരിക്കലും നമ്മൾ ഒരാളെ കൊണ്ടുവരാതിരിക്കുക. കാരണം അത് പിന്നെ അത്യാവശ്യം മോശപ്പെട്ടൊരു അവസ്ഥ ആയതുകൊണ്ടായിരിക്കാം 90%വും 2, 3, 4 ഡ്രൈവർമാർ വന്നിട്ട് പോകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു വീട്ടിലേക്ക് ഒരിക്കലും ഒരാളെ കൊണ്ടുവരുത്. അങ്ങനത്തെ ഒരു വീട്ടിലേക്ക് ഒരാളും വിസ എടുത്ത് പോവുകയും ചെയ്യരുത്. ഓക്കെ, പിന്നെ നമ്മൾ ഹൗസ് ടൂർ ജോലിക്ക് വരുന്നവരുടെ ഒരു ധാരണ, നമ്മൾ വന്നാൽ ഡ്രൈവർ ജോലി മാത്രമേ ചെയ്യുള്ളൂ എന്ന്, അങ്ങനെ ഒരു ധാരണ വെച്ച് കണ്ട് ആരും വരരുത്. കാരണം ചിലപ്പോൾ ഒരു ചെടി നനയ്ക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഒരു മുറ്റം കഴുകാനും ഉണ്ടാകും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ആദ്യത്തെ 2 വർഷം എന്ന് പറയുന്നത് ഒരു പോയിന്റ് എന്ന് വെച്ചാൽ മാക്സിമം ഹൗസ് ടൂർ ജോലിക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് ഹൗസ് ടൂർ ജോലി എടുത്ത പലരും, മിക്ക 90% ആളുകളും പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ഹൗസ് ടൂർ ജോലിക്ക്, ഞാൻ ഒരിക്കലും ചടപ്പിക്കുകയല്ല, ഒരു ഹൗസ് ടൂർ ജോലിക്ക് നിങ്ങൾ കയറുകയാണെങ്കിൽ ആദ്യത്തെ 2 വർഷം നല്ല ക്ഷമ വേണ്ട പണിയാണിത്. നല്ല ക്ഷമ എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമ തന്നെ വേണം. പെട്ടെന്ന് ദേഷ്യം വരുന്നവർ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം ക്ഷമ വേണ്ട പരിപാടിയാണിത്. അപ്പോൾ ആദ്യത്തെ 2 വർഷം ചിലപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം
ഇപ്പോൾ നമ്മളെ ഫാമിലിനെ മിസ് ചെയ്യും. അപ്പോൾ നമ്മൾ നാട്ടിൽ ഇപ്പോൾ ഫാമിലിയുമായിട്ട് വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളൊക്കെ ആണെങ്കിൽ നമ്മൾ നാട്ടിൽ വിളിച്ച് കണ്ട് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ പിന്നെ വീട്ടുകാർ പറയുന്ന ഇങ്ങോട്ട് പോരെ, ഒരിക്കലും നമ്മൾ പോകരുത്. ആദ്യത്തെ ഒരു 3-4 മാസമൊക്കെ വളരെ റിസ്ക്കും കാര്യങ്ങളൊക്കെ വരും. പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ആദ്യത്തെ ഒരു 5-6 മാസം വളരെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇതേ കാരണം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടാണെങ്കിൽ ഒരു 2-3 മാസം കൊണ്ടൊക്കെ റെഡിയായി എളുപ്പം. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ഈ ഔട്ട്ഡോർ ജോലി പിന്നെ ഒരു കണ്ടിന്യൂ ആയിട്ട് ചെയ്യാതിരിക്കാൻ പറ്റുന്ന മാക്സിമം അങ്ങനെ നോക്കുക. എങ്ങനെയായാലും വിസ അടിക്കുന്നത് 2 വർഷത്തേക്കായിരിക്കും. ആ 2 വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം ഇവിടുത്തെ ഭാഷ പഠിക്കാൻ നോക്കുക. അറബി ഭാഷ മാക്സിമം പഠിക്കാൻ നോക്കുക. അത്യാവശ്യം ഇംഗ്ലീഷ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇവിടെ വന്നാൽ പെട്ടെന്നുണ്ടാവും. പക്ഷേ ഇംഗ്ലീഷൊന്നും നമുക്കിപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നുണ്ടെങ്കിൽ തന്നെ വീട്ടുകാരോട് നമുക്ക് ഇംഗ്ലീഷ് അറിയുമെന്ന് പറയാതിരിക്കുക. കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയുന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ഇംഗ്ലീഷ് സംസാരിക്കും, നമ്മൾ പിന്നെ തിരിച്ച് ഇംഗ്ലീഷ് സംസാരിക്കും. ലാസ്റ്റ് അറബി നമുക്ക് മനസ്സിലാവാതെ വരും. അതുകൊണ്ട് വന്ന ഉടനെ തന്നെ ആദ്യത്തെ 2 വർഷം മാക്സിമം അറബി നമ്മൾ സംസാരിച്ച് അറബി പഠിക്കാൻ നോക്കുക. കാരണം ഇവിടുത്തെ ഭാഷ മനസ്സിലായാലും ഡ്രൈവിങ് എന്ന് ലെവലായാലും നമുക്ക് ഈ 2 വർഷം കൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് അറിയാവുന്ന മറ്റുള്ള കമ്പനികളിലോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് ചോദിച്ച് വേറെ ഒരു ജോബ് നമുക്ക് സംഘടിപ്പിച്ചാൽ എന്ത് ചെയ്യാം, ഈ 2 വർഷം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫൈനൽ എക്സിറ്റ് അടിച്ച് പോയിട്ട് പുതിയ വിസക്ക് വേറെ കമ്പനിയിലേക്ക് വരാം. അപ്പോൾ ഭാഷ പഠിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഉള്ളത് നമുക്ക് ഔട്ട്ഡോർ ജോലി ഒക്കെ തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ വേറൊരു മലയാളിൻ്റെ കമ്പനിയിലൊക്കെ കയറിയാൽ അവിടെ മലയാളികൾ കാര്യം നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ ഇടപഴകുന്നതൊക്കെ മലയാളികളോടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അറബി ഭാഷ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. നേരെ മറിച്ച് ഒരു ഔട്ട്ഡോർ ജോലിക്ക് കയറിയാൽ അവിടുത്തെ പിന്നെ മാഡം ആണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും ഇവരോടൊക്കെ നമ്മൾ കുറച്ച് അറബി സംസാരിച്ച് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ കുറേ സാധനങ്ങളുടെ അതുപോലെ പല സാധനങ്ങളുടെയും ഒക്കെ അറബി വാക്കി നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് 2 വർഷം കൊണ്ട് നമ്മൾ മാക്സിമം ഭാഷ പഠിക്കാൻ നോക്കുക. ഓക്കെ, കാരണം നമുക്കത് കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് വളരെ ഉപകാരമുണ്ട്. വേറെ കമ്പനിയിലേക്കോ അല്ലെങ്കിൽ വേറെ അത്യാവശ്യം മെച്ചമുള്ള വേറെ ജോലിയിലേക്കോ ഒക്കെ നമുക്ക് കയറാവുന്നതാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ല ക്ഷമ വേണം. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം 2 വർഷം ക്ഷമിച്ച് നിൽക്കുക. അങ്ങനെ ഭാഷ പഠിച്ചെടുത്ത് നമുക്ക് വേറെ ജോലിയിലേക്ക് കയറാം. ആ ഒരു ചിന്ത നമ്മൾ എപ്പോഴും മനസ്സിൽ വേണം. നമ്മൾ ഔട്ട്ഡോർ ജോലിക്ക് കയറുമ്പോൾ നമ്മൾ 2 വർഷം കഴിഞ്ഞിട്ട് ലീവിന് പോകും എന്നുള്ള ചിന്തയേക്കാൾ നമുക്ക് വേണ്ടത് 2 വർഷം കഴിഞ്ഞ് 2 വർഷം ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും വേറെ ജോലി സെറ്റാക്കണം, ഭാഷ അത്യാവശ്യം പഠിച്ചെടുക്കണം. കാരണം നമുക്ക് പിന്നെ ഇപ്പോൾ നമ്മൾ വന്ന് പെട്ട വീട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടുണ്ടാവും, അത്യാവശ്യം ജോലിയും കാര്യങ്ങളും അത്യാവശ്യം ചൊറയും കാര്യങ്ങളിലൊക്കെ വീടുണ്ടാവും. എന്ന് വെച്ചാൽ മാക്സിമം പിടിച്ച് നിൽക്കുക 2 വർഷം. കാരണം നമ്മളിപ്പോൾ വന്നിട്ട് ജോലി ഇങ്ങനെയെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോകാൻ പെട്ടെന്നുണ്ടാവും. നാട്ടിലേക്ക് പോകാൻ 2 വർഷത്തെ വിസയാണ് അടിക്കുക. അങ്ങനെ പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റില്ല. സൗദി നമ്മളോട് പറഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര രൂപ ചിലവായിട്ടുണ്ട്, ആ പൈസ നീ തരണം, എന്നാൽ നിനക്ക് ടിക്കറ്റ് എടുത്ത് നീ സ്വന്തം ചിലവിൽ നിനക്ക് പോകാമെന്ന് പറയും. അപ്പോൾ അതിലേറെ നല്ലത് നമ്മൾ മാക്സിമം 2 വർഷം കടിച്ചു പിടിച്ച് നിന്ന് ഭാഷയും കാര്യങ്ങളൊക്കെ ലെവലാക്കിക്കാണ്ട് വേറെ ജോലി അന്വേഷിച്ചിക്കാണ്ട് 2 വർഷം കഴിഞ്ഞിട്ട് ആ ജോലിയിലേക്ക് ചാടുകയാണ് നല്ലത്. പിന്നെ ഔട്ട്ഡോർ ജോലി തുടരുന്നവരുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കുടുംബം നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വീടുകളുണ്ട്, നല്ല രീതിയിൽ ജീവിക്കുന്ന ഡ്രൈവർമാരുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ ഞാനിപ്പോൾ 5-6 വർഷത്തിന് മുകളിലായി ഇപ്പോൾ ഔട്ട്ഡോർ ജോലി ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയും അത്യാവശ്യം നല്ല വീടും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വീട്ടിൽ തന്നെ തുടരുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റുള്ളൊരു ജോലി അന്വേഷിക്കണം എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ മോശം വീടുകൾ അല്ലെങ്കിൽ സാലറി കുറവ് അങ്ങനത്തുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് മാറി ചിന്തിക്കാവുന്നതാണ്. പിന്നെ തീർച്ചയായും നിങ്ങൾ കൊണ്ടുവരുന്ന ആളോട് സംസാരിക്കേണ്ട ഒരു കാര്യം റൂമിനെ കുറിച്ചാണ്. റൂമിനെ കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കാൻ പറയുക. കാരണം ചില ഔട്ട്ഡോർമാരുടെ റൂം ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ ചെറിയ റൂമായിരിക്കും. വളരെ ചെറിയതെന്ന് പറഞ്ഞാൽ ഒരു കട്ടിലിടാനുള്ള വലിപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ ചെറിയൊരു ടോയ്ലറ്റും ഉണ്ടാകും. അവിടെ കിടത്തവും പിന്നെ ഭക്ഷണം പാകം ചെയ്യലും കുളിക്കലും എല്ലാം അവിടെ ആ ഒരു ചെറിയ ഇട്ടാവട്ടത്തായിരിക്കും. അപ്പോൾ നിങ്ങളൊരാൾ വിസ തന്ന് കൊണ്ടുവരാണെങ്കിൽ അവരോട് തീർച്ചയായിട്ടും പറയുക റൂമിനെ കുറിച്ച് അന്വേഷിക്കാൻ. കാരണം
റൂം വളരെ ചെറുതാണെങ്കിൽ നമുക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അത്. അപ്പോൾ അത് എങ്ങനെയായാലും പിന്നെ അന്വേഷിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും സൂചിപ്പിക്കുക നല്ലതാണ്. പിന്നെ പുതിയതായി വരുന്ന ഒരാൾക്ക് ഭാഷ പഠിച്ചാൽ തന്നെ അത്യാവശ്യം ഒരു സമാധാനം ഉണ്ടാവും. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പൊതുവേ അറബികളുടെ സംസാരം എന്ന് പറയുന്നത് അത്യാവശ്യം ശബ്ദം ഉയർത്തിക്കാനുള്ളൊരു സംസാരം കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ തെറ്റിദ്ധരിക്കും, അവർ നമ്മളോട് ചൂടാവുകയാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാതിരിക്കാൻ പെട്ടെന്ന് ഭാഷ പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ. അതുപോലെ ചിലരുണ്ട്, പിന്നെ ഇപ്പം ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കളൊക്കെ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ട്, പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്, അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്, പക്ഷേ നാട്ടിൽ ഡ്രൈവിംഗ് വണ്ടിയൊന്നും അധികം ഓടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങോട്ട് ഡ്രൈവർ വിസക്ക് വരാൻ കഴിയുമോ എന്നുള്ളൊരു ചെറിയൊരു ചർച്ച ഉണ്ടായിരുന്നു ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ളൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ, വിശദമായിട്ടുള്ളൊരു കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.